ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല രാത്രിയിൽ കർത്തൃപാദപീഠത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. യുഎയിലും പുറത്തുമുള്ളതായ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം ശ്രവിപ്പാൻ കർത്താവ് നമുക്ക് തരുന്ന വിലപ്പെട്ട അവസരങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം നാം പഠിച്ചു നിർത്തിയതായ ആ വേദഭാഗത്തു നിന്ന് നമ്മൾ വീണ്ടും തുടർമാനമായിരിക്കുന്നതായ വേദഭാഗത്തിലേക്ക് നാം കടക്കുകയാണ്. കർത്താവ് അതിനായി നമ്മെ ശ്രദ്ധിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ആഴ്ചയിൽ നാം പഠിച്ച് നിർത്തിയതായ വേദഭാഗത്തു നിന്ന് ഇന്ന് നമുക്ക് ആരംഭിക്കാം. നോഹയുടെ കാലത്ത് നടന്നതായ പ്രളയത്തെ കുറിച്ചാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിപ്പാനായിട്ടിടയായി തീർന്നത്. എന്തുകൊണ്ടാണ് യഹോവയായ ദൈവം ഒരു ജലപ്രളയം വരുത്തി മാനവജാതിയെ മുഴുവനും നോഹ എന്ന വ്യക്തിയുടെ നോഹയെയും കുടുംബത്തെയും ഒഴികെ ബാക്കിയുള്ള എല്ലാവരെയും നശിപ്പിച്ചു കളഞ്ഞത് എന്ന് അതിന്റെ ബേസിക് റീസൺ എന്താണെന്നുള്ള കാര്യം നാം കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിപ്പാനായിട്ടിടയായി. പലരും കരുതുന്നത് പോലെ പാപം ചെയ്തതായ വ്യക്തികളോട് ദൈവത്തിനുള്ളതായ കോപം കൊണ്ട് ആയിരുന്നില്ല എന്നുള്ള കാര്യം നാം ചിന്തിച്ചതാണ്. ദൈവത്തിന് കോപമുണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണെങ്കിലും ആ കോപമായിരുന്നില്ല മാനവജാതിയുടെ നശീകരണത്തിന് കാരണമായി തീർന്നത് എന്ന് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിപ്പാനിടയായി തീർന്നു. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്നുള്ളത് കൊണ്ട് ആ ഭാഗത്തേക്ക് ഞാനത് വീണ്ടും കടക്കുന്നില്ല. അതൊരു ആവർത്തന വിരസതയായി മാറും എന്നുള്ളത് കൊണ്ട് പ്രളയത്തെ സംബന്ധിച്ച് 3 ഘട്ടങ്ങളായിട്ടാണ് നാം പ്രളയത്തെക്കുറിച്ച് ചിന്തിപ്പാനിടയായി തീർന്നത്. 1, പ്രളയത്തിന്റെ ആരംഭം. 2, പ്രളയത്തിന്റെ സ്വഭാവം അല്ലെങ്കിൽ പ്രളയത്തിന്റെ കാഠിന്യം. 3, പ്രളയത്തിന്റെ അവസാനം. ഈ 3 ഘട്ടങ്ങളിലും ദൈവത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ ദൈവത്തിന്റെ കരം എങ്ങനെയാണ് പെട്ടകത്തെ പരിപാലിച്ചതെന്നും പെട്ടകം എങ്ങനെയാണ് അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചത് എന്നും നാം ചിന്തിപ്പാനായിട്ടിടയായിട്ട് തീർന്നു. അതിനുശേഷം പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചതിന് ശേഷം പിന്നത്തേതിൽ വെള്ളം ക്രമേണ ഭൂമിയിൽ വറ്റുവാനായിട്ടിടയായിട്ട് തീർന്നു. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിൽ 13-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് 601 സംവത്സരം 1-ാം മാസം 1-ാം തീയതി ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയിരുന്നു. നോഹ പെട്ടകത്തിന്റെ മേൽത്തട്ട് നീക്കി ഭൂതലം ഉണങ്ങിയിരിക്കുന്നത് കണ്ടു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോ 600-ാം നോഹയുടെ 600-ാം വയസ്സിലാണ്, അല്ലെങ്കിൽ 600-ാമത്തെ സംവത്സരത്തിലാണ് പ്രളയത്തിന്റെ ആരംഭം എന്ന് ചിന്തിച്ചു. 40 രാവും 40 പകലും മഴ പെയ്തു. ഭൂമിയിൽ 150 ദിവസത്തോളം വെള്ളം പൊങ്ങിക്കൊണ്ടിരുന്നു. സകല പർവ്വതങ്ങളും പർവ്വത ശിഖരങ്ങളും വെള്ളത്തിനടിയിലായി. അതിനുശേഷം ഒരു ലക്ഷ്യമില്ലാതെ ജലത്തിന്റെ ഉപരിതലത്തിലായിരുന്നതായ പെട്ടകത്തെ അരാരാത്ത് പർവ്വതത്തിന്റെ മുകളിൽ ദൈവം ഉറപ്പിക്കുവാനായിട്ടിടയായി തീർന്നു. ക്രമേണ വെള്ളം ഇറങ്ങിത്തുടങ്ങി. ഒടുവിൽ 601-ാം സംവത്സരം 1-ാം മാസം 1-ാം തീയതി ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയിരുന്നു. നോഹ പെട്ടകത്തിന്റെ മേൽത്തട്ട് നീക്കി ഭൂതലം ഉണങ്ങിയിരിക്കുന്നത് കണ്ടു. 14-ാമത്തെ വാക്യം, 2-ാം മാസം 27-ാം തീയതി ഭൂമി ഉണങ്ങിയിരുന്നു. അപ്പോ ആ 2-ാം മാസം 27-ാം തീയതിയാണ് പെട്ടകത്തിൽ നിന്ന് നോഹ പുറത്ത് ഇറങ്ങിയത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനി 8-ാം അധ്യായത്തിന്റെ ഒടുവിലേക്ക് വരുമ്പോ 8-ാം അധ്യായത്തിന്റെ 20 മുതൽ 11-ാം അധ്യായത്തിന്റെ 32 വരെയുള്ളതായ വാക്യം
അടുത്ത ഒരു സ്റ്റേജാണ്. നമ്മുടെ ചിന്താ വിഷയം അല്ലെങ്കിൽ നമ്മുടെ പഠന വിഷയം നമ്മൾ മറന്നു പോകരുത്. ഉൽപ്പത്തി പുസ്തകം മുതൽ ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതിയാണ് നമ്മുടെ ചിന്താ വിഷയം. അതിനാണ് നാം ഉൽപ്പത്തി പുസ്തകം മുതൽ ഇങ്ങനെ തുടർമാനമായി ചിന്തിച്ചു വരുന്നത്. വേദപുസ്തകം ദൈവത്തിന്റെ വീണ്ടെടുപ്പിനെ കുറിച്ച് പ്രസ്താവിക്കുന്നതായ പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ അല്ലെങ്കിൽ വേദപുസ്തകത്തിന്റെ ഓരോ താളുകളിലും ദൈവത്തിന്റെ വിലയേറിയ ആ റിഡംഷൻ പ്ലാൻ നമുക്ക് കാണുവാൻ കഴിയും. അതായത് വീണ്ടെടുപ്പിന്റെ പദ്ധതി നമുക്ക് കാണുവാൻ കഴിയും. അത് ഓരോ സെക്ഷനായിട്ടാണ് നമ്മൾ ചിന്തിച്ചത്. മനുഷ്യന് വീണ്ടെടുപ്പ് ആവശ്യമായി വന്നത് അവൻ പാപം ചെയ്തത് കൊണ്ടാണ്. ആ പാപത്തിൽ നിന്ന് അവനെ കരകയറ്റേണ്ടതിന് ദൈവം ശ്രമിച്ചു. എങ്കിലും അടിക്കടി അവൻ പാപം ചെയ്ത് രക്ഷപ്പെടുവാൻ കഴിയാത്തതായ നിലയിലേക്ക് അവൻ പാപത്തിന്റെ അഗാധതയിലേക്ക് ഇറങ്ങിപ്പോകുവാനായിട്ടിടയായിട്ട് തീർന്നു. എന്നാൽ ദൈവം തന്റെ പദ്ധതി മാറ്റിവെച്ചില്ല. ആ പദ്ധതി ദൈവം ഒരിക്കൽ അരുളി ചെയ്തതായ പദ്ധതി, ഒരിക്കൽ പ്ലാൻ ചെയ്തതായ ദൈവത്തിന്റെ പദ്ധതി ദൈവം ഇടയ്ക്ക് വെച്ചുപേക്ഷിക്കുന്ന ദൈവമല്ല. നമ്മെക്കുറിച്ച് വ്യക്തിപരമായി, നമ്മെക്കുറിച്ചും നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ചും നമ്മുടെ സഭാ ജീവിതത്തെക്കുറിച്ചും ഒക്കെയുള്ളതായ ദൈവത്തിന്റെ എഴുതപ്പെട്ടതായ പദ്ധതിയുണ്ട്, എഴുതപ്പെട്ട ആലോചനകളുണ്ട്. നമുക്ക് ലഭിച്ചിരിക്കുന്നതും ലഭിക്കാത്തതുമായ ആലോചനകളുണ്ട്. ചിലത് നമുക്ക് റിവീൽ ചെയ്യപ്പെട്ടിരിക്കും, ചിലത് നമുക്ക് റിവീൽ ചെയ്യപ്പെടാത്തതായ ദൈവത്തിന്റെ പദ്ധതികളുണ്ട്. അപ്പൊ ദൈവത്തിന്റെ റിവീൽ ചെയ്തതായ പദ്ധതികളിൽ കൂടെ ദൈവത്തിന്റെ റിവീൽ ചെയ്യപ്പെടാത്തതായ പദ്ധതിയിലേക്ക് നാം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരണമെന്നുള്ളതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്ക് റിവീൽ ചെയ്യപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് ദൈവം നമ്മെ കുറിച്ചുള്ളതായ പദ്ധതി മാറ്റുമെന്ന് വിചാരിക്കരുത്. ദൈവം നമ്മളെ കുറിച്ചുള്ളതായ ഓരോ വ്യക്തികളെയും കുറിച്ച്, ഓരോ കുടുംബങ്ങളെയും കുറിച്ച് ഉള്ളതായ പദ്ധതിക്ക് നേരത്തെ തന്നെ രൂപം കൊടുത്തിട്ടുണ്ട്. ആ പദ്ധതിയെ മനസ്സിലാക്കി ദൈവം ഒരുക്കുന്നതായ വഴികളിൽ കൂടെ നാം ദൈവത്തിന്റെ വചനപ്രകാരം, ദൈവിക ആലോചന പ്രകാരം ദൈവത്തോടുള്ളതായ ബന്ധം സൂക്ഷിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുന്നിടത്തോളം ആ പദ്ധതി ആരൊക്കെ തടസ്സം നിന്നാലും, ഏതൊക്കെ സാത്താന്യ ശക്തികൾ അതിനെതിരെ നിന്നാലും, ഏതൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും ദൈവത്തിന്റെ പദ്ധതി ഒരിക്കലും മുടങ്ങിപ്പോകുകയില്ല. ദൈവത്തിന്റെ പദ്ധതി നമ്മെ പറ്റിയുള്ളതായ, ശ്രദ്ധിക്കണം ഞാൻ പറയുന്നതായ വാക്കുകൾ, നമ്മെ കുറിച്ചുള്ളതായ ദൈവത്തിന്റെ പദ്ധതി നാം ശ്രമിക്കാതെ അല്ലെങ്കിൽ നാം അതിന് മാറ്റം വരുത്താതെ ദൈവം അതിന് മാറ്റം വരുത്തുകയില്ല. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നാം തന്നെയാണ് നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്നത്. നാം തന്നെയാണ് ദൈവിക പദ്ധതി നമ്മിൽ പൂർത്തീകരിക്കാൻ തടസ്സമായി വരുന്നത്. അപ്പോ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ളതായ പദ്ധതി ഇടയ്ക്ക് വെച്ച് തടസ്സം നേരിടുമ്പോൾ ദൈവം വിവിധ മുഖാന്തരങ്ങളിൽ കൂടെ തന്റെ ജനത്തിന് വാണിംഗ് കൊടുക്കും. തന്റെ ജനത്തിന് വാണിംഗ് കൊടുക്കുമ്പോൾ അത് മനസ്സിലാക്കി അതിനോട് ക്രമീകരണം പ്രാപിച്ച് കുറവുകൾ മനസ്സിലാക്കി ആ കുറവുകളിൽ നിന്ന് നാം മോചനം പ്രാപിക്കുന്നു എങ്കിൽ പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ പദ്ധതിക്ക് കീഴിൽ എപ്പോഴും നാം ആയിരിക്കും എന്നുള്ളതായ കാര്യം നാം മറന്നു പോകരുത്. അപ്പോ നോഹയുടെ ജലപ്രളയത്തിന് ശേഷം ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതി അടുത്ത സെക്ഷനിലേക്ക് കിടക്കുകയാണ്. നമുക്ക് നോക്കാം, എന്താണെന്ന് നോക്കാം. നോഹ എന്ത് ചെയ്തു? പെട്ടകത്തിന്റെ മേൽത്തട്ട് നീക്കി ദൈവം അടച്ചതായ പെട്ടകത്തിൽ നിന്ന് നോഹ പുറത്തു വരുവാനായിട്ടിടയായിട്ട് തീർന്നു. 8-ാം അധ്യായത്തിന്റെ 19 മുതലുള്ളതായ 18 മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോ അങ്ങനെ നോഹയും അവന്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പുറത്തിറങ്ങി. ആകെ എത്ര പേരുണ്ടായിരുന്നു? നമുക്കറിയാം, 8 പേർ. And Noah went forth, and his sons and his wife, and his sons' wives with him. Every beast, every creeping thing, and every fowl, and whatsoever keepeth upon the earth after their kinds went forth out of the ark. സകല മൃഗങ്ങളും
ഇഴജാതികളൊക്കെയും എല്ലാ പറവകളും പൂജരങ്ങളൊക്കെയും ജാതി ജാതിയായി പെട്ടകത്തിൽ നിന്ന് ഇറങ്ങി. പ്രൈസ് ദി ലോർഡ്. പെട്ടകം അതുവരെ പെട്ടകത്തിലായിരുന്നതായ സകലതും പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ അടുത്ത് നോഹ ചെയ്യുന്നത് എന്താ നോക്കിക്കേ. ദൈവം ചെയ്തതായ ഉപകാരമോർത്ത്, ദൈവം തന്നെ ഇത്ര നാളും പരിപാലിച്ച പരിപാലനമോർത്ത്, ദൈവത്തിന്റെ കരുതലുകൾക്ക് നന്ദി പറയുവാനായി 8-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു. നോഹ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു, ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവകളിലും ചിലതെടുത്ത് യാഗപീഠത്തിന് മേൽ ഹോമയാഗം അർപ്പിച്ചു. പെട്ടകത്തിലേക്ക് കയറുമ്പോ ഒരു പ്രത്യേക ഇൻസ്ട്രക്ഷൻ നോഹയ്ക്ക് യഹോവയായ ദൈവം കൊടുത്തിരുന്നു. ശുദ്ധിയുള്ളതായ മൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി 7 വീതം എന്ത് ചെയ്യണം? പെട്ടകത്തിനകത്തേക്ക് കടത്തണം. എന്തിനാണ്? ശുദ്ധിയുള്ളതിനെ 7 വീതവും ശുദ്ധിയില്ലാത്തതിനെ ഈരണ്ടായിട്ടും അകത്ത് കടത്തുവാൻ കാരണം ശുദ്ധിയുള്ള മൃഗത്തെ കൊണ്ട് ദൈവത്തിന് യാഗമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ശ്രദ്ധിക്കണം, എപ്പോഴും നാം ഓരോ വാക്കുകളും, ദൈവവചനത്തിനകത്തെ ഓരോ വാക്കുകളും നമ്മൾ സൂക്ഷ്മമായി ചിന്തിക്കേണ്ടതാണ്. പെട്ടകത്തിനകത്ത് ഏതാണ്ട് 8000-ത്തിലധികം സ്പീഷീസ് ഉണ്ടായിരുന്നു എന്നാണ് പഠനം. പ്രൈസ് ദി ലോർഡ്. ആ ചെറുതും വലുതുമായ 8000-ത്തോളം സ്പീഷീസ് ഉണ്ടായിരുന്നു എന്നാണ്. എന്നാൽ അതിൽ നിന്ന് ശുദ്ധിയുള്ളതായ ഒരു കൂട്ടത്തെ 7 വീതം അത് പെട്ടകത്തിനകത്തേക്ക് കടത്തുവാൻ കാരണം ശുദ്ധിയുള്ളത് മാത്രമേ ദൈവത്തിന് യാഗമർപ്പിക്കുവാൻ പ്രമാണമുള്ളൂ. പെട്ടകത്തിനകത്ത് 8,000-മോ 10,000-മോ അല്ലെങ്കിൽ 20,000-മോ ഉണ്ടെങ്കിലും ദൈവത്തിന് അതൊരു വിഷയമല്ല. ദൈവത്തിന് വിഷയമെന്ന് പറയുന്നത് ദൈവത്തിന് യാഗമർപ്പിക്കുന്നത് ശുദ്ധിയുള്ളതായിരിക്കണം. ഞാൻ പറയട്ടെ, ഇന്ന് നാം കാണുന്നതായ ക്രിസ്ത്യൻഡത്തിൽ അല്ലെങ്കിൽ ഈ ക്രിസ്ത്യൻ വേൾഡിൽ, പ്രൈസ് ദി ലോർഡ്, എല്ലാം ദൈവത്തിന്റെ സന്നിധാനത്തിൽ പ്രസാദമുള്ള യാഗമല്ല എന്ന് നാം മനസ്സിലാക്കണം. ദൈവം സ്വീകരിക്കുന്നതായ യാഗം, ദൈവത്തിന് ഇഷ്ടമായ യാഗമെന്ന് പറയുന്നത് ശുദ്ധിയുള്ളവരിൽ നിന്ന് കൊടുക്കുന്നതായ ആരാധന മാത്രമേ ദൈവം സ്വീകരിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഓർക്കണം. എങ്ങനെയും ആർക്കും ഏതു വിധേനയും ആരാധിക്കുവാൻ ദൈവവചനപ്രകാരം പ്രമാണമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം എന്നെ പരിപാലിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട്, ദൈവം എന്നെ സൂക്ഷിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട്, ദൈവത്തിന്റെ നന്മകൾ എനിക്ക് ലഭിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് ദൈവത്തിന് യാഗമായി തീരുവാൻ അതൊരു മാനദണ്ഡമല്ല എന്ന് മനസ്സിലാക്കണം. പെട്ടകത്തിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, അനേക ശുദ്ധിയില്ലാത്ത വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. പെട്ടകത്തിനകത്ത് ശുദ്ധിയുള്ളതായ മൃഗങ്ങൾക്ക് ലഭിച്ചതായ അതേ സംരക്ഷണം ആർക്കും കിട്ടി? ശുദ്ധിയില്ലാത്തവയ്ക്കും കിട്ടി. ഉള്ളവയ്ക്ക് കിട്ടിയതായ ആഹാരം അതുപോലെ തന്നെ ശുദ്ധി ഇല്ലാത്തവയ്ക്കും കൊടുത്തു. ശുദ്ധി ഉള്ളവയ്ക്ക് കിട്ടിയതായ ആ താമസ സൗകര്യം ആർക്കും കിട്ടി? ശുദ്ധി ഇല്ലാത്തതിനും കിട്ടി. അപ്പോ ദൈവം നൽകുന്നതായ പരിരക്ഷ, ദൈവം നൽകുന്നതായ നന്മ, ദൈവം നൽകുന്നതായ ജീവിത സൗകര്യങ്ങൾ എനിക്കത് ദൈവം തന്നതാണ് എന്നതുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ജീവിതം വിശുദ്ധമായി കരുതരുത്. വിശുദ്ധമാണ് എന്ന് നാം തെറ്റിദ്ധരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണമേ, ദൈവത്തിന്റെ അവൻ ദുഷ്ടന്മാർക്കും നീതിമാന്മാർക്കും ഒരുപോലെ സൂര്യനെ നൽകുന്നതാണ്. ദുഷ്ടന്മാർക്കും നീതിമാന്മാർക്കും ഒരുപോലെ മഞ്ഞും മഴയും നൽകുന്നു. ദുഷ്ടന്മാർക്കും നീതിമാന്മാർക്കും ഒരുപോലെ പരിരക്ഷണം നൽകുന്നു എന്നതുകൊണ്ട് ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു എന്ന് കരുതരുത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ മുമ്പിൽ ദൈവത്തിന് ഇഷ്ടമുള്ളത്, ദൈവസന്നിധാനത്തിൽ പ്രസാദമായി തീരുന്നത് വിശുദ്ധിയോടെ ദൈവസന്നിധാനത്തിൽ ചെല്ലുന്നവരാണ്. അതുകൊണ്ടാണ് നാം ഓരോ കൂട്ടായ്മയിലും വരുമ്പോ, ഓരോ മീറ്റിങ്ങുകളിലും വരുമ്പോ
ഓരോ പ്രസംഗവും നാം കേൾക്കുമ്പോൾ അത് ആരുമാകട്ടെ, പറയുന്നത് ആരുമാകട്ടെ, ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ പറയുന്നവരല്ല പ്രധാനം, നാം കേൾക്കുന്നത് എന്ത് എന്നുള്ളതാണ് വിഷയം. ആ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മനസാക്ഷിയിൽ ഒരു കുറ്റമായി നമുക്ക് തോന്നുന്നു എങ്കിൽ അതിന്റെ മുമ്പാകെ നാം എന്ത് ചെയ്യണം? പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുത്ത് അതിൽ നിന്ന് തെറ്റി ഒഴിയണം. പോകട്ടെ, നോഹ എന്ത് ചെയ്തു? യഹോവയ്ക്കൊരു യാഗപീഠം പണിതു. ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവകളിലും ചിലതെടുത്ത് യാഗപീഠത്തിന്റെ മേൽ ഹോമയാഗമർപ്പിച്ചു. യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ, 21 വാക്യം 8-ാം അധ്യായത്തിന്റെ, യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ യഹോവ തന്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത്, ഞാൻ മനുഷ്യന്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കയില്ല. വിലപ്പെട്ടതായ ഒരു കവനന്റ് അവിടെ വരികയാണ്, ഉടമ്പടി വരികയാണ്. വേദപുസ്തകത്തിലെ ഉടമ്പടികളെ കുറിച്ച് ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞത് ഓർമ്മ കാണുമായിരിക്കും. എന്താണ് ഉടമ്പടി എന്നും എന്താണ് പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ സന്നിധാനത്തിലെ ആ കവനന്റിന്റെ പ്രത്യേകത ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ ഓർക്കുന്നു. എത്ര പേർക്ക് അത് ഓർമ്മയുണ്ടായിരിക്കുമെന്ന് അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നോഹയുമായിട്ട് ഒരു കവനന്റ് അല്ലെ ഒരു ഉടമ്പടി ചെയ്യുകയാണ്. നോഹ അതിനകത്ത് നിഷ്പക്ഷമായി നിൽക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൺ വേ കവനന്റ് ആണത്. വൺ വേ കവനന്റ് ആണ് ദൈവം ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. നോഹയിൽ നിന്ന് ദൈവം ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല, തിരിച്ചൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ആ നിയമം ചെയ്യുന്നത്. നോഹ ദൈവത്തിന് നന്ദി അർപ്പിച്ചു, ദൈവത്തിന് യാഗമർപ്പിച്ചു. തന്നെ കഴിഞ്ഞ ഇത്രയും നാള് സൂക്ഷിച്ചത് കൊണ്ട്, പരിപാലിച്ചത് കൊണ്ട്, ഈ പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തത് കൊണ്ട്, തിരമാലകളിൽ നിന്ന് എന്നെ സൂക്ഷിച്ചത് കൊണ്ട്, പെട്ടകം തകരാതെ പെട്ടകത്തെ പരിപാലിച്ചത് കൊണ്ട്, പെട്ടകത്തിനകത്തുണ്ടായിരുന്ന എല്ലാറ്റെയും പരിപാലിച്ചത് കൊണ്ട്, പെട്ടകത്തിനകത്തുനിന്ന് ഇറങ്ങിയ ഉടനെ ദൈവത്തിന് യാഗമർപ്പിച്ചു. ആ സൗരഭ്യവാസനയുടെ സൗരഭ്യം ദൈവസന്നിധാനത്തിലെത്തിയപ്പോ ദൈവം എന്ത് ചെയ്തു? നോഹയോട് ഒരു ഉടമ്പടി ചെയ്യുകയാണ്. ആ നോഹയോട് ചെയ്യുന്ന ഉടമ്പടി വളരെ പ്രത്യേകതയുള്ള ഉടമ്പടിയാണ്. നോഹയോട് മാത്രമല്ല, പ്രപഞ്ചത്തോട്, ഭൂമിയോട്, പ്രപഞ്ചത്തോട് ദൈവം ചെയ്യുന്നതായ ഒരു വലിയ ഉടമ്പടിയുടെ കണ്ടീഷൻ നമുക്ക് കാണുവാനായിട്ട് കഴിയും. യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ യഹോവ തന്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത്, ഞാൻ മനുഷ്യന്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കുകയില്ല. മനുഷ്യന്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു. ശ്രദ്ധിക്കണം, മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു. ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ ദോഷമുള്ള ഹൃദയത്തോടു കൂടിയാണ് അവൻ ജനിക്കുന്നത്. ഒരു കുഞ്ഞ് ചിന്തിക്കുവാൻ സമയമാകുമ്പോ ചിലപ്പോ 2 മാസമാകാം, ചിലപ്പോ 3 മാസമാകാം, ചിലപ്പോ 6 മാസമാകാം, ചിന്തിക്കുവാൻ അവന് കഴിയുന്നതായ നിമിഷം, ചെറിയ കാര്യങ്ങൾ അവനോട് അടുത്ത് നിൽക്കുന്നതായ വ്യക്തികളെ അവന് തിരിച്ചറിയുവാൻ കഴിയുന്നതായ ആ ഒരു മെന്റൽ സിറ്റുവേഷനിലേക്ക് ഒരു ശിശു വരുമ്പോൾ ഇവിടെ എന്താ ദൈവം പറഞ്ഞേക്കുന്നത്? ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അവന്റെ മേൽ ആധിപത്യം പുലർത്തുന്ന ഒരു ദോഷത്തിന്റെ അല്ലെങ്കിൽ ഒരു തിന്മയുടെ ആധിപത്യമുണ്ട് എന്നാണ് ദൈവം പറഞ്ഞത്. മനുഷ്യൻ പറഞ്ഞതല്ല, ദൈവം പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അവന്റെ മേൽ ദുഷ്ടനൊരു ആധിപത്യമുണ്ട്. ആ ദുഷ്ടന്റെ സ്വഭാവങ്ങൾ അവനിൽ പ്രതിഫലിക്കും. ദുഷ്ടന്റെ ഇച്ഛകൾക്ക് ആ ശിശു വിധേയമാക്കപ്പെടും. തന്റെ അവയവങ്ങളിൽ, തന്റെ ഹൃദയത്തിൽ, തന്റെ ബുദ്ധിയിൽ ദുഷ്ടന്റെ ആധിപത്യം ഒരു ശിശുവിന്റെ മേൽ അവൻ ജനിക്കുമ്പോൾ മുതൽ ഉണ്ടായിരിക്കും എന്നാണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നതായ കാര്യം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചെയ്തത് എന്നാൽ ദൈവം അവിടെ ഒരു പ്രൊവിഷൻ കൊടുത്തു. ദൈവം പറഞ്ഞു, ആ ദോഷം കൊണ്ട് ഞാൻ എന്ത് ചെയ്യത്തില്ല, മനുഷ്യനെ നശിപ്പിക്കുകയില്ല.
22-ാമത്തെ വാക്യം വായിച്ച് നാം നോക്കിക്കേ. ദൈവത്തിന്റെ ആ ഉടമ്പടിയുടെ വിശാലതയിലേക്ക് വരികയാണ്. ഞാൻ ആ ഭാഗം നിർത്തി പറയാൻ കാരണം, ആ നോഹയുടെ എത്ര വർഷത്തിനു മുമ്പാണ് നോക്കണം. പ്രൈസ് ദി ലോർഡ്. ആദമിന് ശേഷം 2000 വർഷത്തിന് ശേഷമാണ് നോഹയുമായിട്ടുള്ളതായ ഉടമ്പടി. നോഹയ്ക്ക് ശേഷം 2000 വർഷമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിന്റെ ജനനം വരെയുള്ളതായ ഭാഗം നമുക്ക് കാണുവാനായിട്ടേ കഴിയും. പ്രൈസ് ദി ലോർഡ്. ആദം മുതൽ ഇന്ന് വരെയുള്ളതായ ആ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ 6000 വർഷത്തെ മാനവജാതിയുടെ ചരിത്രം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ നോഹയുടെ കാലത്ത്, അല്ലെങ്കിൽ ആദമിന് ശേഷം 2000 വർഷം കഴിഞ്ഞപ്പോ നോഹയോട് ചെയ്തതായ ആ നിയമം, അതിനുശേഷം വർഷം 4000 കഴിഞ്ഞിട്ടും ആ നിയമത്തിന് ഇതുവരെയും മാറ്റം വന്നിട്ടില്ല. എന്താ നിയമം? 8-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം വായിച്ചു നോക്കിക്കേ. ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും, ശീതവും ഉഷ്ണവും, വേനലും വർഷവും, രാവും പകലും നിന്നു പോകുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. എവിടെങ്കിലും ഇതിന് മാറ്റം വന്നിട്ടുണ്ടോ? ഈ ഉടമ്പടി ദൈവം ചെയ്തതിന് ശേഷം കഴിഞ്ഞ 4000 വർഷത്തെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസമെങ്കിലും ഈ നിയമത്തിന് ഒരു ഭേദഗതി വന്നിട്ടുണ്ടോ? ഇന്നുവരെ ഭേദഗതി വന്നിട്ടില്ല. ഏതുവരെ വരികയില്ല? ഈ ഭൂമിയുള്ള കാലത്തോളം ഇനിയും അതിന് ഭേദഗതി വരികയുമില്ല. ഈ ഭൂമി മാറ്റപ്പെടുന്ന ഒരു സമയമുണ്ട്. എപ്പോഴാ നമുക്കറിയാം ഭൂമി എപ്പോഴാ മാറ്റപ്പെടുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ലോകത്തിലെ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷം, ശ്രദ്ധിക്കണം, സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷം ഈ ഭൂമി കത്തിയഴിയും, തീ കൊണ്ട് കത്തിയഴിയും. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമി ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി എന്ന് യോഹന്നാൻ കാണുന്നു. ഈ ഭൂമി നിലനിൽക്കുന്നിടത്തോളം നോഹയിക കവനന്റിന് അല്ലെങ്കിൽ നോഹയുടെ ഉടമ്പടിക്ക് വ്യത്യാസം വരികയില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആ വലിയ പ്രധാനപ്പെട്ടതായ പോയിന്റ്, ഇന്നും നാം ഏത് നിയമത്തിന്റെ അല്ലെങ്കിൽ ഏത് ഉടമ്പടിയുടെ കീഴിലാണ്, അല്ലെങ്കിൽ ഏത് ഉടമ്പടിയുടെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്? നാം ഇപ്പോൾ അനുഭവിക്കുന്നതായ ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങളായാലും, ദിനരാത്രങ്ങളായാലും, വിതയും കൊയ്ത്തുമായാലും, ഇതിന് നമുക്ക് കിട്ടുന്നതായ എല്ലാ നന്മകളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് നോഹയിക കവനന്റ് മൂലമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാനത് മുന്നോട്ട് കടന്നു പോകുവാൻ ആഗ്രഹിക്കുക. ഞാൻ അവിടെ നിൽക്കുന്നില്ല. ദൈവത്തിന്റെ അടുത്ത പദ്ധതി എന്ന് പറയുന്നത് നോഹയോട് ചെയ്തതായ ഈ കവനന്റ് മുതൽ, നോഹയുടെ ഉടമ്പടി മുതൽ അടുത്ത ഒരു സെക്ഷൻ വരെയാണ്. ദൈവം അടുത്ത 10 തലമുറ ദൈവം ശ്രദ്ധിക്കുവാനായിട്ടിടയി. നമ്മൾ നേരത്തെ ചിന്തിച്ചു, ആദം മുതൽ നോഹ വരെ എത്ര തലമുറയാണ്? 10 തലമുറയാണ് നമ്മൾ ചിന്തിച്ചു. പ്രൈസ് ദി ലോർഡ്. ആ 10-ാം തലമുറയാണ് നോഹ. നോഹ 10-ാം തലമുറ എത്തിക്കഴിഞ്ഞപ്പോ ദൈവത്തിന്റെ പദ്ധതി ഇനിയും അതുപോലെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പറ്റാത്തത് കൊണ്ട് എന്ത് ചെയ്തു? ദൈവം അവിടെ ഒരു ബ്രേക്ക് ഇട്ടു. നോഹയുടെ കാലത്ത് ആ 10-ാമത്തെ തലമുറയിൽ ദൈവം ഒരു ബ്രേക്ക് ഇട്ടു. എന്നിട്ട് അടുത്ത വീണ്ടെടുപ്പിന്റെ പദ്ധതി നോഹയിൽ നിന്ന് ആരംഭിക്കുകയാണ്. നോഹയുടെ കുടുംബത്തിൽ നിന്ന് ആരംഭിക്കുകയാണ്. നോഹയുടെ കുടുംബത്തിൽ നിന്ന് ആരംഭിക്കുന്നതായ ദൈവത്തിന്റെ അടുത്ത പദ്ധതി അടുത്ത 10-ാം തലമുറ വരെ ദൈവം നോക്കുകയാണ്. ഈ തലമുറ അല്ലെങ്കിൽ നോഹയ്ക്ക് ശേഷം മാനവജാതി ശരിയാകുമോ എന്ന് ദൈവം നോക്കുകയാണ്. എന്താ ഈ 10ന്റെ പ്രത്യേകത? പ്രൈസ് ദി ലോർഡ്. 10 എന്ന് പറയുന്നത് ദൈവിക ക്രമം വരുത്തുന്നതായ ദൈവത്തിന്റെ പദ്ധതിയുടെ അടിസ്ഥാനമാണ്. പ്രൈസ് ദി ലോർഡ്. വളരെ ശ്രദ്ധിക്കണം. ഇവിടെ നമ്മള് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട കാര്യമാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതം, ആത്മീക ജീവിതത്തിന്റെ അടിസ്ഥാനമാണ് ഞാൻ പറയാൻ വരുന്നത്.
പ്രൈസ് ദി ലോർഡ്. എന്താണ് അതിന്റെ പ്രത്യേകത? ആദമിന്റെ സൃഷ്ടിയുടെ സമയത്ത് ദൈവം 10 കൽപ്പനകളാണ് നൽകിയത്. 10 കൽപ്പനകൾ. ആദമിന്റെ കാലത്ത് 10 കൽപ്പനകൾ. എന്താ 10 കൽപ്പനകൾ? ദൈവം കൽപ്പിച്ചു 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 എന്ന് പറഞ്ഞ് പ്രൈസ് ദി ലോർഡ് ആ 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. എന്താണെന്നറിയാമോ? ക്രമമല്ലാതെ കിടന്ന അന്ധകാരം കൊണ്ട് പൊതിഞ്ഞ് വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ട് പ്രൈസ് ദി ലോർഡ് ഒന്നും ഭൂമിയിൽ ഒന്നും ശേഷിക്കാത്ത പാഴും ശൂന്യവുമായ ഒരു ഭൂമിയെ റിനോവേറ്റ് ചെയ്ത് ക്രമമായി ചരിക്കത്തക്കതായ വിധത്തിൽ, മനുഷ്യനെ വാസയോഗ്യമാക്കി തീർക്കത്തക്കതായ വിധത്തിൽ, മനോഹരമായി തീരത്തക്ക വിധത്തിൽ ഒരു ക്രമത്തിലേക്ക് കൊണ്ടുവരുവാൻ 10 പ്രാവശ്യം ദൈവം കൽപ്പിപ്പാനായിട്ടിടയായിട്ടു. 10 എന്ന് പറയുന്നത് ക്രമമല്ലാതിരുന്നതായ സ്ഥാനത്ത് ദൈവം ഒരു ക്രമം വരുത്തുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായം. അതിനുശേഷം 10 തലമുറകൾ ദൈവം കാത്തിരുന്നു. മാനവജാതി ക്രമത്തിലേക്ക് കടന്നു വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തുകൊണ്ട് ദൈവം ആദ്യത്തെ 10 തലമുറ കാത്തിരുന്നു. നോഹയുടെ കാലമായി കഴിഞ്ഞപ്പോ ദൈവത്തിന്റെ പദ്ധതി ബ്രേക്ക് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം നോഹയിൽ നിന്ന് ദൈവം വീണ്ടും ആരംഭിക്കുകയാണ്. നിന്നൊക്കെ നമുക്ക് 8-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം മുതൽ 11-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം വരെയുള്ളതായ ഭാഗത്തിന്റെ ചുരുക്കത്തിലേക്ക് ഞാൻ വരികയാണ്. ദൈവത്തിന്റെ അടുത്ത പദ്ധതിക്ക്, നോഹയുടെ ശേഷമുള്ളതായ പദ്ധതി, വീണ്ടെടുപ്പിന്റെ പദ്ധതി ഞാൻ ചുരുക്കി പറയുകയാണ്. ഭൂമി എന്ത് ചെയ്തു? ജലപ്രളയത്തിന് ശേഷം അബ്രഹാം 1-ാമത്തെ തലമുറക്കാരനായ നോഹയിൽ തുടങ്ങുകയാണ്. നോഹയിൽ നിന്ന് വംശങ്ങൾ അബ്രഹാം വരെയുള്ളതായ വംശപാരമ്പര്യം എടുക്കുകയാണ്. നോഹയിൽ നിന്ന് ഷേം, ഷേമിൽ നിന്ന് അർപ്പക്ഷാദ്, അർപ്പക്ഷാദിൽ നിന്ന് ശാലഹ്, ശാലഹിൽ നിന്ന് ഏബർ, ഏബറിൽ നിന്ന് പേലഗ്, പേലഗിൽ നിന്ന് രയു, രയുൽ നിന്ന് ശെരൂഗ്, ശെരൂഗിൽ നിന്ന് നാഹോർ, നാഹോറിൽ നിന്ന് തേരഹ്, തേരഹിൽ നിന്ന് അബ്രഹാം. പ്രൈസ് ദി ലോർഡ്. എന്ന് നോക്കിക്കേ, നോഹ മുതൽ അബ്രഹാം വരെ 10 തലമുറകളാണ്. ഈ നോഹയിൽ നിന്ന്, വിശുദ്ധനായ നീതിമാനായ നോഹയിൽ നിന്ന് അടുത്ത സെക്ഷൻ ആരംഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവം എന്താ പറഞ്ഞെന്നറിയാമോ? ഞാൻ 9-ാം അധ്യായത്തിലേക്ക് വരികയാണ്. ദൈവം പറഞ്ഞതായ കാര്യം, നോഹയോട് പറഞ്ഞതായ വിഷയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നോഹയോട് പറഞ്ഞതായ കാര്യം നമുക്ക് 9-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാം. 9-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം, ദൈവം നോഹയെയും അവന്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ച് അവരോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവി. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവി. ഒരു റീപ്ലനിഷിംഗ് കമാൻഡാണ് അവിടെ കൊടുക്കുന്നത്. എന്ത് ചെയ്യണം? വീണ്ടും നിറയണം. റീപ്ലനിഷ് എന്ന് പറഞ്ഞാൽ വീണ്ടും നിറയണം. ആദ്യം ഒന്ന് നിറഞ്ഞതാണ്, പക്ഷേ അത് പോയി, വീണ്ടും നിറയ്ക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം, നമ്മുടെ കർത്താവ് എന്ന് പറയുന്നതും നിറവിന്റെ ദൈവമാണ്. ദൈവം നമ്മെ നിറയ്ക്കാൻ ആഗ്രഹിക്കുമ്പോ മറ്റൊരുവൻ നമ്മെ ശൂന്യമാക്കുവാൻ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ്. നമ്മുടെ ശൂന്യത മനസ്സിലാക്കി എവിടെയാണോ നമുക്ക് ചോർച്ച വരുന്നത്, എവിടെയാണോ ശൂന്യത വരുന്നത്, ആ ശൂന്യത അടച്ചുകൊണ്ട് നമ്മെ നിറവിൽ നിന്ന് നിറവിലേക്ക് നടത്തുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എബേസ് ലേഖനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അതാ കാണുവാൻ കഴിയുന്നത്. നിറവിലേക്ക് സകലതും നിറയ്ക്കുന്നവന്റെ നിറവായ ക്രിസ്തുയേശുവിന്റെ നിറവിലേക്ക് നമ്മെ കൊണ്ടുവരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നാം നമ്മിൽ തന്നെ നിറയുവാൻ ആഗ്രഹിക്കുന്നവരാ. നമുക്ക് കിട്ടുന്നതായ കാര്യങ്ങളിൽ
ഒരു നിറവ്, ഇത്രയും മതി, അല്ലെങ്കിൽ ആത്മീയ വിഷയത്തിൽ ഇത്രയും മതി, ഞാന് കാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സഭായോഗത്തിന് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കുന്നുണ്ട്, ഞാൻ വേദപുസ്തകം ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്നുണ്ട്, പ്രസംഗം കേൾക്കുന്നുണ്ട്, ഇതൊക്കെ മതി എന്ന് പറഞ്ഞ് നാം ആ ഇനിഷ്യൽ ലെവലിൽ തന്നെ ഇരിക്കുവാൻ ശ്രമിക്കുന്നവരാണ്. പക്ഷെ ഭൗതികത്തിൽ നമ്മൾ നേരെ തിരിച്ചുമാണ്. ഭൗതികത്തിൽ നമുക്ക് എത്ര കിട്ടിയാലും മതിയാകത്തില്ല, വീണ്ടും വീണ്ടും കിട്ടണമെന്നുള്ളതായ താല്പര്യമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ അതേ ആഗ്രഹം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എവിടെ ചെന്നെത്തുമായിരുന്നു? ക്രിസ്തു എന്ന നിറവിനോളം നാം ചെന്നെത്തുമായിരുന്നു. പക്ഷേ അതിനാരും സമ്മതിക്കത്തില്ല, അതിന് പിശാച് സമ്മതിക്കില്ല. നാം ആത്മീയ ജീവിതത്തിൽ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കുമ്പോൾ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും ഒരു വിഷയം കൊണ്ടുവന്ന്, എന്തെങ്കിലും ഒരു ഭാരം കൊണ്ടുവന്ന്, എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം കൊണ്ടുവന്ന് ഒരു ഓട്ടയിട്ട് നാം പ്രാപിച്ചതെല്ലാം ചോർത്തിക്കളയുന്നതായ ഒരു മണ്ഡലമാണ് എപ്പോഴും നമുക്ക് നാം ആയിരിക്കുന്നതായ സ്പിരിച്വൽ റലം എന്ന് പറയുന്നത്. പക്ഷേ ദൈവം സൂക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എവിടെയാണ് ചോർച്ച വരുന്നത്, എവിടെയാണ് ശൂന്യത വരുന്നത്, ആ ശൂന്യത അടയ്ക്കേണ്ടതിന് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ദൈവം തരുമ്പോ നാം അത് പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ദൈവം തരുന്നതായ നിറവ് കണ്ടുപിടിച്ച് ആ നിറവ് മനസ്സിലാക്കി ആ നിറവിൽ നിന്ന് അളവ് കുറയുമ്പോ എവിടെയാണ് കുറഞ്ഞതെന്നോ എങ്ങനെയാണ് കുറഞ്ഞതെന്നോ കണ്ടുപിടിക്കാതെ, കുറവുണ്ടെന്ന് പോലും മനസ്സിലാകാതെ നാം ഇങ്ങനെ നെട്ടോട്ടം ഓടുകയാണ്. ഒടുവിൽ പ്രൈസ് ദി ലോർഡ്, നമുക്ക് മുമ്പിൽ വരുന്നതായ പ്രതിസന്ധിക്ക് മുമ്പിൽ നാം തകർന്ന് മുന്നോട്ട് പോകുവാൻ ആത്മീകമായ ബലമില്ലാതെ നിൽക്കുമ്പോഴാണ് നാം പിന്നെ എന്ത് ചെയ്യുന്നത്? ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നത്. കർത്താവേ, എന്തുകൊണ്ട് എനിക്ക് ഈ പ്രതിസന്ധി? കർത്താവേ, എന്തുകൊണ്ടാണ് എനിക്ക് ഈ ശോധന? കർത്താവേ, എന്തുകൊണ്ടാണ് എനിക്ക് കഷ്ടത എന്ന് പറഞ്ഞ് നാം നിലവിളിക്കുമ്പോ മനസ്സിലാക്കണം, നാം ആത്മീകമായ ഒരു ശൂന്യതയിലെത്തിയ നിമിഷമാണത്. പക്ഷേ കാരുണ്യവാനായ ദൈവം, നീതിമാനായ ദൈവം, വിശ്വസ്തനായ ദൈവം നമ്മുടെ ആ ബലഹീനത കണക്കാക്കാതെ നിലവിളിക്കുമ്പോ വീണ്ടും നമ്മെ നിറയ്ക്കുവാൻ തന്റെ പദ്ധതിയുമായിട്ട് അടുത്തു വരുന്ന കർത്താവ്. അതാണ് നമുക്കിവിടെ നോഹ മുതൽ കാണുവാൻ കഴിയുന്നത്. നോഹയോട് ദൈവം പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? ഭൂമിയിലൊക്കെ സന്താന പുഷ്ടിയുള്ളവരായി പെരുകണം. നിങ്ങളെ, രണ്ടാമത്തെ വാക്യം 9:2, നിങ്ങളെയുള്ള പേടിയും നടുക്കവും ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും സകല ഭൂതരങ്ങൾക്കും സമുദ്രത്തിലെ സകല മത്സ്യങ്ങൾക്കും ഉണ്ടാകും. അവയെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഭൂതര ജന്തുക്കളൊക്കെ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ. പച്ച സസ്യം പോലെ ഞാൻ സകലവും നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ആദമിക് വേൾഡിൽ നിന്നുള്ളതായ ഒരു ചേഞ്ചും കൂടെ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാം. ശ്രദ്ധിക്കണം. ആദമിക് വേൾഡിൽ, അല്ലെങ്കിൽ ആദമിനോട് ദൈവം പറഞ്ഞു, ഭൂമിയിലുള്ളതായ സകല സസ്യങ്ങളും അതതിന്റെ വിത്തും അതതിന്റെ ഫലവും അത് നിങ്ങൾക്ക് ആഹാരമായിരിക്കും. എന്താ ആഹാരം? ആദമിക് വേൾഡിൽ, അല്ലെങ്കിൽ ആദമിന് കൊടുത്തതായ ആഹാരം എന്ന് പറയുന്നത് ഭൂമിയിലുള്ളതായ സകല സസ്യങ്ങളും വൃക്ഷലതാദികളും അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതായ വിത്തും ഫലവുമായിരിക്കും നിങ്ങളുടെ ഭക്ഷണം. എന്ന് പറഞ്ഞാൽ ആദമിന്റെ കാലത്ത് ഏദൻ തോട്ടത്തിൽ ഭക്ഷണത്തിന് വേണ്ടിയോ ശത്രു സംഹാരത്തിന് വേണ്ടിയോ ബലവാനെന്ന് കാണിക്കുന്നതിന് വേണ്ടിയോ ഒരു കൊലപാതകങ്ങളും അവിടെ നടന്നിരുന്നില്ല. നടക്കാൻ ദൈവം അനുവദിച്ചില്ല. അതിന്റെ ആവശ്യമില്ലായിരുന്നു. എല്ലാം പരസ്പര സ്നേഹത്തിലും പരസ്പര കരുതലിലും. മാംസഭുക്കുകളല്ല, എല്ലാം സസ്യഭുക്കുകളായിരുന്നു. സിംഹം സസ്യഭുക്കാണ്, കടുവ സസ്യഭുക്കാണ്, നായ സസ്യഭുക്കാണ്, മനുഷ്യന് സസ്യഭുക്കാണ്. അവരൊന്നും മാംസാഹാരം അവർക്ക് നൽകിയിരുന്നില്ല, മാംസാഹാരം അവർ ഭക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്നില്ല, ആദമിക് വേൾഡിൽ രക്തച്ചൊരിച്ചിലില്ല. പക്ഷേ മനുഷ്യൻ പാപത്തിന് അധീനപ്പെട്ട് കഴിഞ്ഞപ്പോ അവന്റെ ജീവിതത്തിന്റെ സ്ട്രക്ചറിന് വ്യത്യാസം വന്നു, ശരീരത്തിന്റെ സ്ട്രക്ചറിന് വ്യത്യാസം വന്നു, അറ്റ്മോസ്ഫിയർ സ്ട്രക്ചർ വ്യത്യാസപ്പെട്ടു,
ക്ലൈമാറ്റിക് കണ്ടീഷൻ മാറ്റം വന്ന് ജലപ്രളയത്തോടുകൂടെ പ്രൈസലോ ദൈവം മനുഷ്യന്റെ ആ സോഷ്യൽ സ്ട്രക്ചറിന് വലിയൊരു മാറ്റം വരുത്തുകയാ. എന്താണ് പറഞ്ഞത്? ദൈവം പറഞ്ഞു, പ്രൈസലോ നിങ്ങൾക്ക് ഭൂമിയിലുള്ളതായ ഭൂചര ജന്തുക്കളൊക്കെ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ. ഒന്നും ഒഴിവില്ല. എല്ലാം ഭൂചര ജന്തുക്കളൊക്കെ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ. പച്ച സസ്യം പോലെ ഞാൻ സകലതും നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അപ്പൊ മനുഷ്യനെ അധിപനാക്കി, മനുഷ്യനെ അധികാരസ്ഥനാക്കി അവിടെ ദൈവം വാഴിക്കുകയാണ്. പ്രൈസലോ. എന്നിട്ട് ദൈവം ചില കൽപ്പനകൾ കൊടുത്തു, നീ അത് പ്രമാണിക്കണമെന്ന്. ദൈവം കൊടുത്തതായ കൽപ്പനയിലെ പ്രധാനപ്പെട്ടതായ ഭാഗം ഇതാണ്: നിങ്ങൾ എന്ത് ചെയ്യണം? ഭൂമിയിലൊക്കെയും പോയി വർദ്ധിച്ചു പെരുകണം. ഇതാണ്, ഭൂമിയിലൊക്കെ പരക്കണം എന്നുള്ളതാണ് ദൈവം കൊടുത്തതായ കൽപ്പന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് നോഹയുടെ കാലത്തെ ജലപ്രളയത്തിന് ശേഷം ഭൂമി ഭൂഖണ്ഡങ്ങളായി വിഭജിക്കപ്പെട്ടു. നോഹയുടെ വെള്ളപ്പൊക്ക കാലം വരെ ഒരൊറ്റ കോണ്ടിനെന്റ് ആയിരുന്നു, ഒറ്റ കോണ്ടിനെന്റ്. അപ്പോ അതിനിടയ്ക്ക് അതിന്റെ ഇടയ്ക്ക് സമുദ്രങ്ങളില്ല, അതിന്റെ ഇടയ്ക്ക് ഇന്ന് കാണുന്നത് പോലെ രാജ്യങ്ങൾ തമ്മിലുള്ളതായ അകലമില്ല, ഒരൊറ്റ സമതല ഭൂമി. ആ ഒറ്റ സമതല ഭൂമി ആയതുകൊണ്ടാണ് അന്ന് ജലപ്രളയം ഉണ്ടായത്. പ്രൈസ് ദി ലോർഡ്. ഇനിയും ഒരു ജലപ്രളയം ഉണ്ടാകാതിരിക്കേണ്ടതിന് വേണ്ടി ദൈവം ഭൂമിയുടെ ഘടനയ്ക്ക് തന്നെ വ്യത്യാസം വരുത്തി. എന്ത് സംഭവിച്ചു? ഭൂമിയെ ഭൂഖണ്ഡങ്ങളാക്കി വിഭജിച്ചു. ഭൂഖണ്ഡങ്ങളാക്കി വിഭജിച്ചു കഴിഞ്ഞപ്പോ ഒരിടത്തുണ്ടാകുന്നതായ വെള്ളപ്പൊക്കം അടുത്ത ഭൂഖണ്ഡത്തെ ബാധിക്കാതെ വണ്ണം അതിന്റെ ഭൂമിയുടെ സ്ട്രക്ചറിന് തന്നെ ദൈവം വ്യതിയാനം വരുത്തി. നോക്കൂ, ദൈവം കൊടുക്കുന്നതായ ആ നിയമം ദൈവം അത് പാലിക്കേണ്ടതിന് വേണ്ട ക്രമീകരണവും ദൈവം ചെയ്യുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്തെങ്കിലും ഒരു വാഗ്ദത്തം തന്നാൽ ആ വാഗ്ദത്തം നിറവേറ്റപ്പെടേണ്ടതിനുള്ളതായ ക്രമീകരണങ്ങളും ദൈവം ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഭൂമിയിൽ ഇനി ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകാതിരിക്കും, ഒരു ജലപ്രളയം ഭൂമി മുഴുവനും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഭൂമിക്ക് ഭൂഖണ്ഡങ്ങളായി അത് വിഭജിക്കപ്പെടുവാനായിട്ടിടയായിട്ട് തീർന്നു. പ്രൈസ് ദി ലോർഡ്. 9-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ ഒന്ന് വന്നാട്ടെ. ആകയാൽ നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവേ, ഭൂമിയിൽ അനവധിയായി പെറ്റുപെരുകുവേ. ദൈവം പിന്നെയും നോഹയോടും അവന്റെ പുത്രന്മാരോടും അരുളി ചെയ്തത്, ഞാൻ ഇതാ നിങ്ങളോടും നിങ്ങളുടെ സന്തതിയോടും ഭൂമിയിൽ നിങ്ങളോട് കൂടെയുള്ള പക്ഷികളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളുമായ സകല ജീവജന്തുക്കളോടും പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ട സകലവുമായി ഭൂമിയിലെ സകല മൃഗങ്ങളോടും ഒരു നിയമം ചെയ്തു. നോഹയുടെ ഉടമ്പടിയുടെ അല്പം കൂടെ വിശദീകരിക്കുന്ന ഭാഗമാണ് നമ്മൾ തുടർന്നുള്ളതായ ഭാഗത്ത് വായിക്കുന്നത്. ഇവിടെ ഒരു കാര്യം കൂടെ വളരെ ശ്രദ്ധിക്കണം. നോഹയ്ക്ക് 3 പുത്രന്മാരായിരുന്നു, നമുക്കറിയാമല്ലോ. 1 ഷേം, 2 ഹാം, 3-ാമത്തെ യാഫത്ത്. ഈ 3 ആൺമക്കൾക്കും ദൈവം ഭൂമി വിഭാഗിച്ചു കൊടുക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഷേം എന്ന് പറയുന്നത് ഏഷ്യൻ, മധ്യപൂർവ്വ ഏഷ്യ, വടക്കൻ പ്രദേശം, അബ്രഹാമിന്റെ സ്ഥലമായ കൽദിയ, ഊര് എന്നീ സ്ഥലങ്ങളാണ് ഷേമിന് അവകാശമായി കിട്ടിയത്. എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ വംശം ഷേമിന്റെ പിന്തുടർച്ചക്കാരാണ്. ഇസ്രയേൽ വംശം എന്ന് പറയുന്നത് ഷേമിന്റെ പിന്തുടർച്ചക്കാരാണ്. ഏഷ്യൻ, മധ്യപൂർവ്വ ഏഷ്യ എന്നൊക്കെ പറയുന്ന ഈ പ്രദേശങ്ങൾ, ഏഷ്യ ഭൂഖണ്ഡം, മധ്യപൂർവേഷ്യ, അതിന്റെ വടക്കൻ പ്രദേശം, അബ്രഹാം പാർത്തിരുന്നതായ ഫലഭൂയിഷ്ടമായ കൽദയരുടെ ഊര്, ആ മെസൊപ്പൊത്താമിയ സ്ഥലങ്ങളൊക്കെ ഷേമിന്റെ അണ്ടറിലാണ്. ഷേമിന്റെ വംശമാണ് പിന്നെ അവിടെ പരക്കുവാനായിട്ടിടയായിട്ട് തീർന്നത്. 2-ാമത്തെ പുത്രനായി യാഫത്തിന് കിട്ടിയ സ്ഥലമെന്ന് പറയുന്നത് യൂറോപ്യൻ ഭൂഖണ്ഡം യാഫത്തിന്റെ അധീനതയിലായി, അല്ലെങ്കിൽ യാഫത്തിന്റെ വംശത്തിന്റെ
അവകാശമായി തീരുവാനായിട്ടിടയായി. പ്രൈസ് ദി ലോർഡ്. അടുത്തത് ഹാമാണ്. ഹാമിനെ സംബന്ധിച്ചൊരു വലിയ കുഴപ്പം സംഭവിക്കാനായിട്ടിടയായി. 9-ാം അധ്യായത്തിന്റെ ഒടുവിലേക്ക് വരുമ്പോ നമുക്കത് കാണുവാനായിട്ട് കഴിയും. 9-ാം അധ്യായത്തിന്റെ ഒടുവിൽ എന്താ സംഭവിച്ചത്? നോഹ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. മുന്തിരിത്തോട്ടം വളരെ ഫലഭൂയിഷ്ടമായി, വളരെ നന്നായി വിളഞ്ഞു. മുന്തിരിക്കൊലകൾ കായ്ച്ചു. അതിനകത്തു നിന്ന് അവൻ മുന്തിരിപ്പഴം പറിച്ചു. അതുകൊണ്ട് അവൻ ലഹരിയുള്ളതായ വീഞ്ഞുണ്ടാക്കി അത് പാനം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ബോധമില്ലാതെ അവൻ കിടക്കുവാനായിട്ടിടയായിട്ടത് സംഭവിച്ചതായ സംഭവം നമുക്കറിയാം. നോഹ ചെയ്തതായ ആ ഒരു അവിവേകം കൊണ്ട് തന്റെ 3 മക്കളിൽ 3-ാമൻ അഥവാ ഹാം ശപിക്കപ്പെടുവാനായിട്ടിടയായിട്ട് തീർന്നു. ഹാമിന് ആഫ്രിക്കൻ ഭൂഖണ്ഡമാണ് ലഭ്യമായത്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് ചരിത്രം പഠിച്ചിട്ടുള്ളതായ എല്ലാ ചരിത്ര വിദ്യാർത്ഥികൾക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ അതിലേക്ക് വിശദമായി പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോ 9-ാം അധ്യായത്തിൽ ഭൂമിയുടെ അവകാശം നോഹയുടെ പുത്രന്മാർക്ക് വിഭാഗിച്ച് കൊടുക്കുന്നതായ കാര്യമാണ് നമ്മൾ വായിപ്പാനായിട്ട് കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മനുഷ്യനെ കുറിച്ചുള്ളതായ പദ്ധതി കിടപ്പുണ്ട്. എന്താണെന്നറിയാമോ? ഭൂമിയിലൊക്കെ എന്ത് ചെയ്യണം? വർദ്ധിച്ച് പെരുകണമെന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. 11-ാം അധ്യായം വളരെ പ്രധാനപ്പെട്ടതായ ഒരു അധ്യായമാണ്. ഈ 11-ാം അധ്യായത്തിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ മുഴുവനും നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് 11-ാം അധ്യായം പഠിക്കാതെ നമുക്ക് വേദപുസ്തകം മനസ്സിലാക്കുവാൻ മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല. വെളിപ്പാട് പുസ്തകം മനസ്സിലാക്കണമെങ്കിലും ഈ 11-ാം അധ്യായത്തിന്റെ ഇതിവൃത്തം നമ്മൾ മനസ്സിലാക്കിയെങ്കിലേ കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. സാത്താന്യ പദ്ധതി, ദൈവത്തിനെതിരെ ഉള്ളതായ സാത്താന്റെ പദ്ധതി ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നാം കണ്ടു തുടങ്ങിയതാണ്. പക്ഷേ സാത്താൻ ദൈവത്തിന്റെ ജനത്തെ അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് അനുഗ്രഹം പ്രാപിച്ചതായ ഒരു ജനതയെ പിശാച് എങ്ങനെയാണ് ദൈവസന്നിധാനത്തിൽ വീണ്ടും തിരിച്ചു കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കുന്നതായ ഒരു അധ്യായമാണ് 11-ാമത്തെ അധ്യായം. 11-ാം അധ്യായത്തിന്റെ 1 മുതൽ ഉള്ളതായ വാക്യങ്ങൾ നമുക്ക് വേഗത്തിൽ ഒന്ന് ചിന്തിച്ചു പോകുന്നത് നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്. 11-ാം അധ്യായത്തിന്റെ 1 മുതലുള്ളതായ വാക്യങ്ങൾ ദൈവത്തിന്റെ പദ്ധതിക്കെതിരെ സാത്താന്റെ പദ്ധതിയുടെ ഒരു വലിയ വിശദീകരണം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. അതിന്റെ സംഭവം എന്താണ്? യഹോവയായ ദൈവം പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? ഭൂമിയിലൊക്കെ വർദ്ധിച്ച് പെരുകണം, എല്ലായിടത്തും പോകണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭൂമിയിലെ ആദ്യത്തെ വീരനായ മനുഷ്യൻ, നായാട്ട് വീരനായ, ധൈര്യശാലിയായ, ശക്തിമാനായ മനുഷ്യന്റെ ഉത്ഭവം. ആരാണത്? നിമ്രോദ് എന്നാണ് അവന്റെ പേര്. നിമ്രോദ് എന്ന വാക്കിന് ഒരു അർത്ഥമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എന്നുള്ളതായ ഭാവമാണ് നിമ്രോദിലുള്ളത്, അല്ലെങ്കിൽ നിഗളത്തിന്റെ ഭാവമാണ് നിമ്രോദിൽ ഉണ്ടായിരുന്നത്. അപ്പോ നിമ്രോദ് ഭൂമിയിലെ ആദ്യ നായാട്ട് വീരനാണ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ധൈര്യശാലിയാണ്, ആദ്യത്തെ ശക്തിമാനാണ്, ആദ്യത്തെ എന്താ പറയുന്നത്, ഭരണ നൈപുണ്യം കയ്യിലെടുത്തതായ വ്യക്തിയാണ് നിമ്രോദ് എന്ന് പറയുന്ന വ്യക്തി. പ്രൈസ് ദി ലോർഡ്. നിമ്രോദ് കഴിഞ്ഞ കാലത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുവാനായിട്ടിടയായി. കഴിഞ്ഞ കാലത്തെ തിരിഞ്ഞു നോക്കിയപ്പോ നോഹയുടെ കാലത്തുണ്ടായതായ വെള്ളപ്പൊക്കത്തെ കുറിച്ച് അവൻ മനസ്സിലായി. അവൻ പറഞ്ഞു, ഇനിയും ഭൂമിയിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകരുത്. ഭൂമിയിൽ ഒരു വെള്ളപ്പൊക്കം ഇനി ഉണ്ടായാൽ എന്ത് ചെയ്യണം? നമ്മൾ ആ ജലപ്രളയത്തിൽ നശിച്ചു പോകാതിരിക്കേണ്ടതിന് നമുക്ക് തന്നെ ഒരു സംരക്ഷണ കവചം ഉണ്ടാക്കണം. അതിന്റെ വല്ല ആവശ്യവുമുണ്ടോ? ചിന്തിച്ചു നോക്കണം. അതിന് വല്ല ആവശ്യവുമുണ്ടോ?
പ്രൈസ് ദി ലോർഡ്. ദൈവം നോഹയോട് പറഞ്ഞു, ഞാൻ ഇനിയും ജലപ്രളയം കൊണ്ട് ഭൂമിയെ നശിപ്പിക്കുകയില്ല എന്ന് ദൈവം അരുളി ചെയ്തതായ ആ അരുളപ്പാടിനെതിരെ ദൈവത്തെ സംശയിച്ചുകൊണ്ട്, ദൈവത്തിനെതിരെ ചിന്തിച്ചുകൊണ്ട് നിമ്രോദ് അടുത്തു വരികയാണ്. ഇനിയും അഥവാ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായാൽ, ദൈവം പറഞ്ഞതിൽ നിന്ന് ദൈവം മാറിയാൽ, ദൈവം പറഞ്ഞതായ കാര്യം ദൈവത്തിന് ചെയ്യാൻ കഴിയാതിരുന്നാൽ, നമ്മൾ ഒരിക്കലും നശിച്ചു പോകരുത്, നാം ഒരിക്കലും ജലപ്രളയത്തിൽ അകപ്പെട്ടു പോകരുതെന്ന് പറഞ്ഞ് അവനൊരു ഗോപുരം പണിയുവാൻ, ഒരു കോട്ട പണിയുവാൻ, ഒരു ഗോപുരം പണിയുവാൻ ആരംഭിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ കാര്യം അവൻ പറഞ്ഞു, വരിക, നാം ഭൂമിയിലൊക്കെ ചിതറിപ്പോകാതിരിക്കേണ്ടതിന്. 11-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്ത് സീനാർ ദേശത്ത് ഒരു സമഭൂമി കണ്ട് അവിടെ കുടിയിരുന്നു. ഞാൻ നിർത്താൻ പോവുകയാണ്. അവർ തമ്മിൽ മതി. 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഭൂമിയിലൊക്കെ ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ പറഞ്ഞു തുടങ്ങിയതായ ഭാഷ എന്തോ അതേ ഭാഷയാണ് ബാബേൽ വരെ ജനമെല്ലാം പറഞ്ഞിരുന്നത്. ഏദൻ തോട്ടത്തിൽ ഏതാ വാക്ക്, ഏതാ ഭാഷ? ദൈവത്തിന്റെ ഭാഷയായ എബ്രായ ഭാഷയായിരുന്നു. അതുവരെ ഭൂമിയിൽ ദൈവത്തിന്റെ ഭാഷയായ എബ്രായ ഭാഷയായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നതായ സംസാര ഭാഷ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ബാബേലിലെത്തിയപ്പോ അവർക്ക് വലിയൊരു മിസ്റ്റേക്ക് ചെയ്തു. ദൈവത്തിന്റെ വാക്കുകളെ അവർ അവിശ്വസിച്ചു. ദൈവത്തെക്കാൾ ശക്തി ഞങ്ങൾക്കുണ്ട് എന്നുള്ളതായ ഭാവം അവരുടെ ഉള്ളത്തിൽ വന്നു. അതുകൊണ്ട് ദൈവം പറഞ്ഞതുപോലെ ചെയ്യാതിരിക്കേണ്ടതിന്, ഭൂമിയിലൊക്കെ ചിതറിപ്പോകാതിരിക്കേണ്ടതിന്, വരുവീൻ നാം കുടിയിരിക്ക, ഒരിടത്ത് കുടിയിരിക്ക എന്ന് പറഞ്ഞ് ശിനാർ എന്ന് പറയുന്ന ആ സമഭൂമിയിൽ അവരൊരു കോട്ട പണിയുവാൻ ആരംഭിച്ചു. ആ കോട്ട വളരെ ഉയരത്തിൽ അവർ പണിതു. ഇനിയും ഭൂമിയിലൊക്കെ ഒരിക്കലും പോകരുത്. ദൈവം എന്തു പറഞ്ഞുവോ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ചെയ്യത്തക്കവണ്ണം സാത്താൻ നിമ്രോദിനെ കൈവശപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. സാത്താന്റെ ഭൂമിയിലെ ആദ്യത്തെ സിംഹാസനം സ്ഥാപിക്കുവാൻ പോകുന്നതായ സംരംഭമാണ് ഇനി നാം അടുത്ത് ചിന്തിക്കുന്നത്. ദൈവം സഹായിച്ചാൽ അത് അടുത്ത ആഴ്ച ചിന്തിക്കാം. ഭൂമിയിലെ സാത്താന്റെ ആദ്യത്തെ സിംഹാസനം വെക്കുന്നതായ സന്ദർഭവും സ്ഥലവും അതിന്റെ പശ്ചാത്തലവുമാണ് 11-ാം അധ്യായം. അത് പഠിക്കാതെ നമുക്ക് വേദപുസ്തകത്തിന്റെ ബാക്കിയുള്ളതായ ഭാഗങ്ങളുടെ പൂർണ്ണമായ അർത്ഥം മനസ്സിലാകുകയില്ല. പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ എന്തെങ്കിലും മനസ്സിലാകണമെങ്കിൽ 11-ാം അധ്യായത്തിന്റെ ആ ബാക്ക്ഗ്രൗണ്ട് നാം മനസ്സിലാക്കിയേ പറ്റുകയുള്ളൂ. തൽക്കാലം ഞാൻ നിർത്തട്ടെ. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം.